ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? കൊന്നുകളയും നിങ്ങളെ ഞാൻ. എടി, നിന്നെ മാത്രമല്ല, കൂടുതൽ വിളച്ചിലെടുത്താ നിന്റെ അച്ഛനെയും കൊന്നുകളയും. എന്താ എന്തോ പണിയായതാ. സാറേ ഇനി ഒന്ന് ഈ വണ്ടി നോക്കണം. ശരി സാറേ. താങ്ക് യു. എത്ര കാലമായിട്ടോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? ഞാൻ പലപ്പോഴും നിന്നെ ഓർക്കാറുണ്ട്, പക്ഷേ എവിടെയാണെന്ന് അറിയില്ലല്ലോ. നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു, പക്ഷേ ഒരിക്കൽ പോലും നീ എന്നെ അന്വേഷിച്ചു വന്നില്ല. നീ ഞാനും സഹപാഠികളായിരുന്നെങ്കിലും രണ്ടാളും രണ്ട് മേഖലയിൽ ജീവിക്കുന്നവരാ. നീ ഈ നാടിന്റെ പൊതുസ്വത്താ, ഒത്തിരി ഉത്തരവാദിത്വങ്ങളുള്ള ഒരു മിനിസ്റ്റർ. ഞാൻ സാധാരണ ഒരു പൗരൻ. എനിക്ക് നിന്നെ എവിടെയും കാണാൻ കഴിയും, പക്ഷേ കണ്ടുമുട്ടുന്നതിൽ ചില പരിമിതികളുണ്ട്, അല്ലേ? അതും ശരിയാ. എടോ, തന്റെ വണ്ടി ഇപ്പൊ ശരിയായി കിട്ടും. എന്റെ ഡ്രൈവർ ഒരു മെക്കാനിക് കൂടിയാ, കേട്ടോ. മന്ത്രിയുടെ ഡ്രൈവർ എന്ന് വെച്ചാ സർക്കാർ എംപ്ലോയി അല്ലേ? അതിനത് സ്റ്റേറ്റ് കാറൊന്നും അല്ലല്ലോ. ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് ഇറങ്ങിയതാ. ഇതെന്റെ സ്വന്തം ഡ്രൈവറാ. പിന്നെ എന്തൊക്കെ സ്റ്റീഫാ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നല്ലോ. പ്രതാപന് ഒരു മാറ്റമില്ല കേട്ടോ. ഒരു നിത്യഹരിത നായകൻ എന്ന് പറയാം. ഗ്ലാമറിന് ഒരു കോട്ടവും വന്നിട്ടില്ല. ഒന്ന് പോടാ അവിടെ. ഞാൻ പറഞ്ഞത് സത്യാണോ? പണ്ടത്തെ ആ പ്രതാപവർമ്മ എന്ന് പറഞ്ഞാൽ കോളേജിലെ ഹീറോ തന്നെയായിരുന്നു. ആർട്സ് ക്ലബ് സെക്രട്ടറി, കോളേജ് യൂണിയൻ ചെയർമാൻ. അതൊക്കെ ഒരു കാലമല്ലേ സ്റ്റീഫ. ഈ തിരക്കണയിൽ ഓർക്കാൻ അതൊക്കെയല്ലേ ഉള്ളൂ. ഓർക്കാൻ അത് മാത്രമല്ലല്ലോ പ്രതാപ നിനക്ക്. കോളേജ് ക്യാമ്പസിലെ മഹാഗണി മരത്തിന്റെ തണലിലെ പ്രണയം, റോമിയോ ആൻഡ് ജൂലിയറ്റ് അല്ലെങ്കിൽ ലൈല മജ്നു. പിന്നെ കോളേജ് മുറ്റത്തേക്ക് ഒരു പൂമ്പാറ്റയെ പോലെ പാറി വന്ന പത്മാവതി എന്ന രാജകുമാരി. ആ രാജകുമാരിയെ പ്രേമിക്കുന്ന രാജകുമാരനായ പ്രതാപവർമ്മ. എല്ലാവർക്കും നിങ്ങളോട് എന്ത് അസൂയായിരുന്നു. നിങ്ങളുടെ പ്രണയം അന്ന് കോളേജിൽ ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. എന്തുകൊണ്ടും സക്സസ്ഫുൾ ആയ ഒരു പ്രണയം. ഇരുവരും അന്നേ ഒരുമിച്ചല്ലോ. അല്ല, കുട്ടികൾ എത്ര പേരുണ്ടോ? എനിക്ക് ഒരു മകള് മാത്രമേ ഉള്ളൂ. പത്മാവതിയെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം. സാറേ, കാർ റെഡി ആയിട്ടുണ്ട്. അവനെ കള്ളനാക്കി കാരണത്തടിച്ച് പുറത്തേക്ക് വലിച്ചഴിക്കുന്ന ഒരു സീനായിരുന്നു എന്റെ ഭാവനയില്. അത് നടക്കാതെ പോയല്ലോ. ആ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ വെച്ചേ അവനെ നാണം കെടുത്തണമായിരുന്നു. അതാ ഞാൻ ആഗ്രഹിച്ചേ. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും വർക്കൗട്ട് ആയില്ല. വർക്കൗട്ട് ആയില്ലെന്ന് മാത്രമല്ല, എല്ലാവരും എന്നെ സംശയിക്കുകയും ചെയ്തു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന മട്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും. എന്തു വന്നാലും എന്റെ മകന്റെ പെടലിക്ക് കേറുവാ. അല്ല, അത്ര തങ്കപ്പെട്ട സ്വഭാവമാണല്ലോ എന്റെ മോന്. വെറുതെ ശവത്തി കുത്തല്ലേ അമ്മേ. കള്ളപ്പേര് എനിക്ക് തന്നെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ 50 ലക്ഷവും ഞാൻ അടിച്ചെടുക്കുമായിരുന്നു. അവര് കാശിന്റെ കണക്ക്. എടാ, രാജുവിനെ കൊടുക്കാൻ നമ്മൾ ഒരുക്കിയ കെണി ഏറ്റില്ലല്ലോ നോർത്ത എന്റെ സങ്കടം. നമ്മൾ വിരിച്ച വലയിൽ അവൻ വന്ന് വീണില്ല എങ്കിലവൻ എന്നേക്കുമായി വീട്ടിൽ നിന്ന് പുറത്തായനെ. ഞങ്ങളിവിടെ പറഞ്ഞല്ല, നീ കേട്ടോ? തുടക്കം മുതലേ
ഒടുക്കം വരെ കേട്ടു. അവള് കേട്ടെന്നു. ഇങ്ങനെ ഒളിച്ചെന്ന് കേൾക്കുന്നൊന്നും ഒരു മര്യാദയല്ല. അവള് കേക്കട്ടടാ. കേക്കുന്നതുകൊണ്ട് നമുക്കെന്താ? എന്റെ രാജുനെ കൊടുക്കാൻ ആ ക്യാഷ് മോഷ്ടിച്ചത് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. അതേടി, അവനെ കൊടുക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ചെയ്തതാ. അതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്റേത് തന്നെയാ. ഞാനാ പ്ലാൻ തയ്യാറാക്കിയത്. പക്ഷേ 10 ലക്ഷം അടിച്ചു മാറ്റിയത് ഇവനായിരുന്നു. അല്ല, രാജു നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? ഹ, അവനല്ലെങ്കിലും ഞങ്ങൾക്ക് നല്ലൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവനെ ഇനി ഇവിടെ വേണ്ട. പുകച്ച അവനെ ഞങ്ങൾ പുറത്താക്കും. ഇല്ലെങ്കിൽ അവനെ ഞങ്ങളങ്ങ് കൊല്ലും. നിങ്ങൾ രാജുവിനെ ഒരു ചുക്കും ചെയ്യില്ല. നീ നോക്കിക്കോടി. നിന്റെ അവന്റെ അഹങ്കാരെ ഞങ്ങൾ അവസാനിപ്പിക്കും. ഈ അംബിക ആരാന്നേ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ കള്ളക്കളികളും ഞാൻ പുറത്തു കൊണ്ടുവരും. എന്റെ അച്ഛനെയും ഈ കുടുംബത്തെയും ചതച്ച് ജീവിക്കുന്ന നിങ്ങളുടെ തനി നിറം ഞാൻ എല്ലാവരുടെ മുൻപിൽ കാണിക്കും. നിങ്ങൾ രണ്ടാളും devil-ആ, devil. ഛീ. എന്ത് പറഞ്ഞടി? നീ എന്റെ നേരെ ശബ്ദം ഉയർത്തോടി. നിന്നെ ഞാൻ ഇല്ലാതാക്കി കളയും. ഇവളെ പണ്ടേക്കൊന്ന് കുഴിച്ച് മൂടേണ്ടതായിരുന്നു. ഈ അംബികയുടെ നേരെ വിരല് ചൂണ്ടിയവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. കൊന്നുകളയും ഞാൻ. നിങ്ങൾ പലരെയും കൊന്നിട്ടുണ്ടാവും. പക്ഷെ ഇനി ഇത് നടക്കില്ല. നിങ്ങൾ തോൽക്കാൻ പോകുന്നത് അത് ഞങ്ങളുടെ മുന്നിലായിരിക്കും. നിർത്തടി. നീ ആരാടി? ഹ്, നിന്റെ അച്ഛനില്ലേ, മിനിസ്റ്റർ പ്രതാപവർമ്മ. ഹ്, അവനെ ഞാൻ കീ കൊടുക്കുന്ന വെറും ഒരു പാവയാ. അവൻ എന്റെ മുന്നിൽ എഴയുന്ന വെറും ഒരു പുഴു മാത്ര. ആ പുഴുവിനെ ഞെരിച്ച് കളയാനേ ഈ അംബികയ്ക്ക് അധികം സമയം വേണ്ടി വരില്ല. Stop it! എന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? കൊന്നുകളയും നിങ്ങളെ ഞാൻ. ഡി, എടി, നിന്നെ മാത്രമല്ല, കൂടുതൽ വിളച്ചിലെടുത്ത നിന്റെ അച്ഛനെയും കൊന്നുകളയും. എന്താ? ഋതികേ, അകലെ